എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഫെബ്രുവരി മാസത്തിൻ്റെ ഏകദേശം പകുതിയിലേക്ക് നമ്മൾ അടുത്ത് കഴിഞ്ഞു. ഈ ഫെബ്രുവരി മാസം ആരംഭിച്ച ശേഷം നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം എങ്ങനെയുണ്ട്? നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുണ്ട്? നിങ്ങളുടെ തീരുമാനശേഷി എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് നമ്മുടെ നാളുകളെ തീരുമാനിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞ പ്രവചനമൊന്നും നമ്മുടെ നാളുകളെ തീരുമാനിക്കില്ല. നമ്മൾ ആ പ്രവചനപ്രകാരം എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങളാണ് നമ്മുടെ നാളുകളെ തീരുമാനിക്കുന്നത്. കാലേബിനോട് ദൈവം ഒരു പ്രവചനം പറഞ്ഞു, ഹെബ്രോൻ മല നിനക്ക് തരും, അത് നിനക്ക് അവകാശമായി തരും. ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങൾ, ഏകദേശം 30 ലക്ഷം ജനങ്ങൾ കനാനിലേക്ക് പോവുകയാണ്. അവരോട് ആരോടും എന്തിനു പറയണം? പുരോഹിതവർഗത്തോട് പോലും നിനക്ക് ഇന്നതുണ്ടെന്ന് പറഞ്ഞില്ല. യോശുവയോട് പോലും പറഞ്ഞില്ല. കർത്താവ് ഒരാളോട് മാത്രം പറഞ്ഞു, ഹെബ്രോൻ മല പേരെടുത്തു പറഞ്ഞു. കനാനിൽ എവിടെയെല്ലാം ആരെല്ലാം എന്തെല്ലാം സ്വന്തമാക്കിയാലും നിനക്ക് ഞാൻ അളന്ന് തിരിച്ച് തിട്ടപ്പെടുത്തി ആധാരമെഴുതി ഉറപ്പിച്ച് മാറ്റിയിട്ടിരിക്കുകയാണ്. കാലേബേ, നീ എൻ്റെ മനോബോധപ്രകാരം മറുപടി പറഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം, ദൈവത്തിൻ്റെ തിരിഹിതപ്രകാരം മറ്റുള്ളവരോട് നാം മറുപടി പറയുമ്പോൾ ദൈവം എന്തൊക്കെയോ അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് വേണ്ടി കരുതി മാറ്റിയിടുന്ന കാര്യം നാം തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. യേശു ഇന്ന് വെറുതെ ഇരിക്കുകയാണോ? സ്വർഗത്തിൽ യേശു അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദൈവ പൈതലിനും വേണ്ട അവകാശങ്ങളെ അളന്ന് തിരിച്ച് അതിൽ വേണ്ട വിവിധ ആകൃതിയിലുള്ള വ്യത്യസ്തമായ വീടുകൾക്ക് ഡിസൈൻ കൊടുക്കണ്ടേ? ആകാശത്തിനും സമുദ്രത്തിനും ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങൾക്കും സകല പൂക്കൾക്കും ഡിസൈൻ കൊടുത്തവൻ നിന്റെ ഭവനത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് അത് പണിതുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് താൽക്കാലികമല്ല, 80 120 വർഷമല്ല, നിത്യത മുഴുവനുമാണ്. മാത്രമല്ല, ഇടയ്ക്ക് ഫെയ്ഡാകത്തില്ല, പെയിൻ്റ് ഇളകിപ്പോകത്തില്ല, പായലില്ല, പൂപ്പലില്ല, അവിടെ അഴുക്ക് പിടിക്കുന്നില്ല, ക്ലാവ് പിടിക്കുന്നില്ല, ദ്രവത്വമില്ല. അങ്ങനൊരു രാജ്യം. ആ രാജ്യത്ത് പണിയുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് അവസാനമില്ല. എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സൃഷ്ടിച്ച നക്ഷത്രം ഇതുവരെ ഡിസൈൻ മാറ്റുന്നില്ലല്ലോ. ദൈവം ഉണ്ടാക്കിയ സൂര്യന് ഡിസൈൻ മാറ്റുന്നില്ലല്ലോ. ദൈവം ഉണ്ടാക്കിയ ചന്ദ്രനെ ദൈവം മാറ്റുന്നുണ്ടോ? ഇല്ല. ദൈവം എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഡിസൈൻ പോലും മാറ്റണ്ട, അതിൻ്റെ രൂപം മാറ്റണ്ട. ദൈവം ചെയ്താൽ താൻ അൽഫയും ഒമേഗയും ആരംഭവും അവസാനവുമായതുപോലെ അവൻ്റെ ഡിസൈനും അവനൊന്ന് ചെയ്താൽ അതിന് മാറ്റമില്ല. സ്വർഗത്തിലെ ഒന്നിനും ഡിസൈൻ മാറ്റേണ്ട ആവശ്യമില്ല. എന്നും അത് പുതിയതാണ്. അവിടുത്തെ വൃക്ഷത്തിൻ്റെ ഇലകൾ പുതിയതാണ്. അവിടുത്തെ പച്ച പുല്ലിൻ്റെ നിറം പുതിയതാണ്. എല്ലാ ദിവസവും പുതിയ നിറങ്ങൾ. എല്ലാ പൂക്കൾക്കും പുതിയ നിറങ്ങൾ. അവിടെയുള്ള പൂക്കൾ പോലും ജീവനുള്ളതാണ് എന്ന് ആ സ്വർഗീയ അനുഭവത്തിൽ പോയി വന്ന പ്രിയപ്പെട്ടവരുടെ പുസ്തകങ്ങളിലും അവരുടെ സാക്ഷ്യങ്ങളിലൂടെയൊക്കെയും കേട്ടിട്ടുണ്ട്. ഓരോ പൂക്കൾക്ക് പോലും ജീവനുണ്ട്. പൂക്കൾ നമ്മെ തിരിഞ്ഞു നോക്കി ചിരിക്കും. മരങ്ങൾ നമ്മെ കൈകാട്ടി ടാറ്റ പറയും, ഹായ് പറയും. അങ്ങനെ ഒരു ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ജീവൻ്റെ ഉറവിടങ്ങൾ. കർത്താവ് കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വർണ്ണനാതീതമായ ഒരു നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന
വലിയ പദ്ധതികളുടെ ഓരോ ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങുന്നത്. ഈ ഫെബ്രുവരി മാസം തന്നെ നമ്മൾ വലിയ തുടക്കങ്ങൾ കുറിക്കും, വലിയ പദ്ധതികൾ നടത്തും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വേഗത്തിലൊന്ന് വന്നാലോ? അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ യൂലിയസ് എന്ന ശതാധിപന്റെ കൂടെ പൗലോസും ചില ദൈവമക്കളും കർത്താവിൻ്റെ വേലക്കാരും അവർ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇവരെല്ലാം തടവ് പുള്ളികളാണ്. തടവ് പുള്ളികളായതുകൊണ്ട് അതിൻ്റെ റൂട്ടിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുന്ന കപ്പൽ ഒരു ചരക്ക് കപ്പലാണ്. ഈ ചരക്ക് കപ്പലിനെ കുറിച്ച് പൗലോസ് ഒരു വെളിപ്പാട് കണ്ടു. ആ വെളിപ്പാടിൻ പ്രകാരം ആരും തീരുമാനങ്ങൾ എടുത്തില്ല. കാരണം പൗലോസിൻ്റെ വാക്കിനേക്കാൾ വില കൽപ്പിക്കേണ്ട വാക്കുകൾ കപ്പൽ ഉടമസ്ഥൻ്റെയും കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെയും ഒക്കെ ആയതുകൊണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോയത്. ആദ്യം മന്ദമാരുതൻ അടിച്ചു. എന്നാൽ അതിന് പുറകെ വരുന്ന ഈശാനമൂലൻ ഇവർക്ക് കാണാൻ ആത്മക്കണ്ണില്ലാതെ പോയി. മന്ദമാരുതൻ അടിക്കുമ്പോൾ എല്ലാവരും ഓർക്കണം, ഒരു പക്ഷേ ആ മന്ദമാരുതൻ്റെ ശേഷം താമസിയാതെ വലിയ ഒരു ഈശാനമൂലൻ കൊടുങ്കാറ്റ് ഒരുപക്ഷെ കാണാം. പല വിവാഹങ്ങൾ, പല വിവാഹാലോചനകൾ വരുമ്പോൾ പെണ്ണിന് ഇഷ്ടപ്പെട്ടു, ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. പെണ്ണിൻ്റെ വീട്ടുകാർ നല്ലത്, ചെറുക്കൻ്റെ വീട്ടുകാർ നല്ലത്. കല്യാണാലോചന കൊണ്ടുവന്നവരും നല്ലത്, സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല. രണ്ടുപേർക്കും ജോലിയുണ്ട്, രണ്ടുപേർക്കും ആരോഗ്യമുണ്ട്, രണ്ടുപേർക്കും വിസയുണ്ട്, രണ്ടുപേർക്കും ജീവിത സാഹചര്യങ്ങളുണ്ട്, രണ്ടുപേർക്കും ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്. ഇതാണ് മന്ദമാരുതൻ. എല്ലാം നന്നായിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ക്രിസ്തീയ ജീവിതമാകത്തില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസാണ്, ഒരു ദൈവിക പദ്ധതിയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതി. യോനയെ കാണാൻ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ദൈവത്തിൽ നിന്ന് കേട്ടവൻ, ദൈവത്തോടടുത്തിരുന്നവൻ, ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളവൻ. എന്നാൽ കയറിയിരിക്കുന്ന കപ്പൽ ഇപ്പോൾ ഈശാനമൂലൻ പോലത്തെ ഒരു കൊടുങ്കാറ്റിലകപ്പെട്ടു. കാരണം എന്താണ്? ഒരുവൻ അതിനകത്തുണ്ടായി. പുറമേ നോക്കുമ്പോൾ അവന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ അവൻ്റെ വിളി വേറെയാണ്. അവൻ നിനവയ്ക്കുള്ളവനാണ്, അവൻ തർശീശിനുള്ളവനല്ല. ഒരുപക്ഷെ പിന്നത്തേതിൽ അവനൊരു തർശീശ് യാത്രയുണ്ടാകാം, 1, 2, 10, 100. എന്നാൽ ഇപ്പോൾ അവനൊരു നിനവേയുടെ വിളി കിടപ്പുണ്ട്. ഇതുപോലെ ഓരോ സമയങ്ങളിൽ, ഓരോ സീസണുകളിൽ ദൈവത്തിൻ്റെ ഓരോ പദ്ധതികൾ നമ്മിൽ അന്തർലീനമായിരിക്കുന്നു. ഇതാ മന്ദമാരുതൻ ഊതുകയാൽ കാര്യം സാധിപ്പിച്ചു എന്ന് അവർ വിചാരിച്ചു. ഇതാണ് നമ്മൾ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതായത് 13-ാം വാക്യം, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി മുന്നോട്ട് കുതിച്ചു പായുകയാണ്. എല്ലാ കാര്യവും ശരിയായെന്നാണ്. കുഞ്ഞെ, ദൈവത്തെ മാറ്റിവെച്ചിട്ട് നീ ശരിയാക്കിയ ഒരു കാര്യവും ശരിയാകത്തില്ല. നീ ഉണ്ടാക്കുന്ന ലവ് മാരേജ്, ദൈവത്തെ മാറ്റിവെച്ചിട്ട് നീ ഉണ്ടാക്കുന്ന വീട്, ദൈവത്തെ മാറ്റിവെച്ചിട്ട് നീ ഓടിക്കുന്ന ബിസിനസ്, ദൈവത്തെ മാറ്റിവെച്ചിട്ട് നീ പോകുന്ന വഴി, ഇതൊന്നും വിജയിക്കില്ല. വിജയിക്കാനൊരു മാർഗം പറയാം. നീ ദൈവ പൈതൽ ആയിരിക്കരുത്. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയാകരുത്. ആയാൽ നിന്റെ വഴി തെറ്റും. കാരണം നിന്റെ വിളി അതിനേക്കാൾ മുകളിലാണ്. നിന്റെ യാത്രകൾ അതിനേക്കാൾ വലുതാണ്. നിന്റെ ജീവിതം സാധാരണ ജീവിതമല്ല. നിന്നെ ഒരു അസാധാരണമായ ജീവിതത്തിന് വേണ്ടി യേശു കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മാനപാത്രമാണ് നീ. നിനക്കങ്ങനെ സാധാരണ ജീവിതം കൊണ്ട് പോകാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ, അതാണ് നമ്മളവിടെ കാണുന്നത്, കുറെ കഴിഞ്ഞിട്ട് 14-ാം വാക്യം, അതിന് വിരോധമായി. കുറച്ചൊക്കെ പോകും, പോയില്ലെന്നല്ല. കല്യാണം കഴിഞ്ഞാലും കുറേയൊക്കെ പോകും.
ഒത്തിരി യാത്രകൾ പോയി, ഒത്തിരി രാജ്യത്ത് പോയി, ഹണിമൂൺ ട്രിപ്പിന് പോയി, അവിടെ പോയി ഇവിടെ പോയി, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, എല്ലായിടത്തും ഫോട്ടോയും ആഘോഷങ്ങളും. എന്നാൽ കുറെ കഴിഞ്ഞിട്ട് ആ ഭാഗം അടിവരിയിടണം. കുറെ കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഇതൊക്കെ നന്നായിട്ട് പോകും. വിശ്വാസത്തിൽ വന്നിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോയവരുണ്ട്. മന്ദമാരുതൻ അടിച്ചതുപോലെ വിശ്വാസത്തിൽ വന്നിട്ട് പതുക്കെ പിന്മാറിപ്പോയവരുണ്ട്. ആദ്യം ഇതെല്ലാം താല്പര്യമല്ല, സാധിച്ചു എന്ന് തോന്നും. എന്നാൽ കുറെ കഴിഞ്ഞിട്ട് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, കുറച്ചൊക്കെ അത് മുന്നോട്ട് പോകും. എന്നാൽ അത് കഴിയുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് അതിനിടയിൽ നിനക്ക് വിരോധമായി പതിയിരിക്കുന്നുണ്ട്. നീ യേശുവിൻ്റെ പൈതലാണോ? നീ കർത്താവിലോട്ട് വന്നോ? നീ പേടിച്ച് കർത്താവിലോട്ട് തിരിഞ്ഞോ? വേഗത്തിൽ യേശുവേ എന്ന് വിളിച്ചിട്ട് തിരിഞ്ഞോ? ഇന്ന് മന്ദമാരുതനായിട്ട് ശാന്തമായി പോകുന്ന, ദൈവത്തെ വിട്ട് നടക്കുന്ന, മറന്ന് നടക്കുന്ന, വിശ്വാസം ത്യജിച്ച് നടക്കുന്ന വ്യക്തികളോട് പറയാം, പേടിച്ചോ. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു ഭയങ്കര ഭീകരമായ പ്രശ്നങ്ങൾ നിന്റെ മുൻപിൽ വരാം. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ ഹിതങ്ങൾ, ദൈവത്തിൻ്റെ വലിയ 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 മൂവുകൾ നിന്നെക്കുറിച്ച് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവിക പദ്ധതി വിട്ട് മാറരുത്. കുറെ കഴിയുമ്പോൾ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നിനക്ക് കഴിയണമെങ്കിൽ, പ്രശ്നങ്ങളുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പാസ്റ്റർ പറയുന്നത് എല്ലാവർക്കും ഉണ്ടല്ലോ, ഉണ്ട്. എന്നാൽ ദൈവമില്ലാത്തവൻ പ്രശ്നത്തിൽ തീർന്നു പോകും. ദൈവമുള്ളവൻ ഒരു വിഷയം വന്നാൽ ഇയ്യോബിന്റെ വീട് ഇരട്ടിയായതുപോലെ, ദാവീദ് വീണ്ടും രാജാവായതുപോലെ, കഷ്ടങ്ങളിൽ ദൈവസഭ ആർത്ത് വളർന്നതുപോലെ മാത്രമായിരിക്കും. പ്രശ്നങ്ങൾ അഗ്നിജ്വാല ദഹിപ്പിക്കില്ല, പെരുവെള്ളം മുക്കിക്കളയുകയുമില്ല. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് മുങ്ങിത്താഴാതിരിപ്പാൻ നല്ല സമയത്ത് യേശുവേ എന്ന് വിളിച്ചോ, ഒന്ന് മടങ്ങി വരാമെങ്കിൽ ഒരു വലിയ ജയം നിന്നെ കാത്തിരിക്കുന്നു. വലിയ പദ്ധതികൾ നിനക്കുണ്ട്. നീ ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. ശൗലിനെ കർത്താവ് ഒരു സ്ഥലത്ത് തളച്ചിട്ടിരിക്കുകയാണ്. 3 ദിവസം ഒന്നും കഴിക്കാതെ അവനവിടെ ഇരിക്കുമ്പോൾ കർത്താവ് അനന്യാസിനോട് പറയുകയാണ്, ജാതികൾക്ക് പ്രകാശമായി ഞാൻ തെരഞ്ഞെടുത്ത മാനപാത്രമാണ്. പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞു. പത്രോസിനെ കണ്ടപ്പോഴേ പറഞ്ഞു, നീ ഇനി മുതൽ ബറിയോന ശീമോനല്ല, നീ പത്രോസാകും. ഇപ്പോൾ നീ ആടുന്നവനാണ്. ഓരോ വ്യക്തികളെ കുറിച്ചും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പ്രോഗ്രാമുണ്ട്. ദൈവം വിളിച്ചവരെ കുറിച്ചാണ് കേട്ടോ. ദൈവത്തിൻ്റെ വിളിയില്ലാതെ, ദൈവത്തിന് പ്ലാൻ ഇല്ലാത്ത വ്യക്തികളൊന്നും അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ, ഇതിനകത്ത് നിങ്ങൾക്കൊരു പങ്കില്ല. കാരണം നിങ്ങൾക്ക് സ്വർഗമുള്ളതല്ല. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാണ് നിത്യത, അല്ലാത്തവർക്കുള്ളതല്ല. അങ്ങനെയുള്ളവർ ഇതിനെക്കുറിച്ച് ഈ ചാനലിൽ നിന്നേ പോയിക്കോ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം കാണേണ്ട ആവശ്യം പോലുമില്ല. എന്നാൽ ദൈവ വിളിയുള്ളവനെ ഈ പ്രോഗ്രാമിൽ നിന്ന് മാറാൻ കഴിയില്ല. നിനക്ക് ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്നെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ വിളി നിന്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ നോട്ടം നിന്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ പ്രോഗ്രാമുകൾ നിന്നിൽ ചേർത്ത് കഴിഞ്ഞു. കർത്താവിലോട്ട് വരണം. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? യേശുവേ, ഞാൻ മടങ്ങി വരുന്നു. എൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. അങ്ങേ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയ എല്ലാ അവസ്ഥകളെയും ഞാൻ ഏറ്റുപറയുന്നു. ഒരു പുതിയ തുടക്കത്തിനായി എന്നെ സഹായിക്കണം. ആമേൻ. ആ ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ഇന്നു മുതൽ ഒരു വലിയ മാറ്റം നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാം. യേശുവേ, കർത്താവേ, ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ
അവർക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കാൻ നോക്കുന്ന ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിനെ നേരിടാനുള്ള പ്രാപ്തി, ശക്തി പൗലോസിനെ പോലെ അവർക്കുണ്ടാകട്ടെ. ധൈര്യമുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, ഉയർച്ചകൾ ഉണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ, പുരോഗതികൾ ഉണ്ടാകട്ടെ. കർത്താവ് അത് ചെയ്യണം, നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം. ഇന്ന് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ട്. കഴിയുന്ന അത്രയും പേർ കടന്നു വരിക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ ഇതേ സമയത്ത് വീണ്ടും ജീസസ് എവരി ഡേ എന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you more than anything. Oh, Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you more than anything. Your name is like honey on my lips. Your spirit's like water to my soul. Your word is a lamp unto my feet. Jesus, I love you, I love you. Your name is like honey, oh, തേനിലേക്കാളും മധുരം. Your spirit's like water to my soul. Your word is a lamp unto my feet. Jesus, I love you, I love you, I love you. Jesus, Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you more than anything. സകലത്തെക്കാളും യേശുവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you more than anything, more than anything. Oh, Jesus, Jesus, I love you, I love you. I സ്നേഹനദി ഒഴുകട്ടെ. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you more than anything. Yes, Jesus, I love you. Jesus, I love you, I love you, I love. യേശു അത് കേൾക്കട്ടെ. Jesus, I